ഇപ്പോഴത്തേത് മാരേജ് കഴിഞ്ഞോ അതോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ? അത് കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കാം. ഞങ്ങള് 4 വർഷം ആയിട്ട് അറിയുന്നവരാണ്. ഇതൊക്കെ ഇത് ഇങ്ങനെ ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വളരെയധികം ഇതായിട്ടിരിക്കുന്ന സമയത്ത് ഇനി ജീവിതത്തിൽ ഒരാളും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയം 4 വർഷമായിട്ട് അറിയുന്നവരാണ്. ജോലി ഗൾഫിലാണല്ലേ? പുള്ളിക്കാരൻ പുറത്താണ്. ആ സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. സംസാരിക്കാൻ പുള്ളിക്കാരനും ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, ഞാനും ഇങ്ങനെ ഇതായിട്ടിരിക്കുന്ന സമയമാണ്. രണ്ടുപേരും ഒരു ചീറ്റ് ചെയ്യപ്പെട്ട അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കമ്മിങ് ഔട്ടായ സമയത്ത് ആണ് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ എന്നാ പിന്നെ നമുക്കിങ്ങനെ കല്യാണം കഴിച്ചുകൂടെ. ഞാനൊന്നും കല്യാണത്തിനെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ഇഷ്ടം തോന്നി. ഞങ്ങൾ ഒരേ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. കാരണം ഏകദേശം ഞങ്ങളുടെ രണ്ടാളെ സ്വഭാവം ഒരുപോലെയാണ്. എന്ത് ഇഷ്ടമില്ലെങ്കിലും ഞങ്ങൾ ഓപ്പണായിട്ട് പറയും. ചിലപ്പോൾ പരസ്പരം അത് ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും രണ്ടാൾക്കും. എനിക്ക് ഇഷ്ടമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓപ്പണായിട്ട് പുള്ളിയോട് പറയും. പുള്ളിക്ക് ഇഷ്ടമില്ലാതെ കണ്ടാൽ അല്ലെങ്കിൽ നീ ഇന്ന കാര്യം ചെയ്തത് ശരിയായില്ല എന്ന് പുള്ളി പറയും, ഞാനും അതുപോലെ പറയും. അപ്പൊ നോക്കിയപ്പോൾ കൊള്ളാം, അങ്ങനെ അടുത്താണല്ലോ സ്നേഹം തോന്നി എനിക്ക്. അത് എന്തും ഓപ്പണായിട്ട് പറയുമ്പോൾ ഇതായിട്ട് ഭയങ്കര നമ്മൾ ഒരു ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള അങ്ങനെ ഒരാളല്ല, ഒരു സാധാരണക്കാരനാണ്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു സാധാരണക്കാരനാണ്, എന്തും തുറന്നു പറയുന്ന, എന്തും പറയാനായിട്ട് മടിയില്ലാത്ത ഒരാൾ. അപ്പോൾ ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പുണ്ട്. നമുക്ക് മനുഷ്യൻ്റെ കാര്യമാണ്, നമുക്ക് ചേർത്ത് പിടിക്കുന്ന ഉറപ്പ് തോന്നിയ സമയത്താണ് എൻഗേജ്മെൻറ്റിലേക്ക് പോയതും. അപ്പോൾ രണ്ടാളുടെയും ഒരു എന്താ പറയുക, വിവാഹം വേണം എന്നൊരു തീരുമാനത്തിലേക്ക് പോയപ്പോൾ തന്നെ നമുക്ക് വിവാഹമായിട്ട് വേണം, എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവരെയും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ അനുഗ്രഹത്തോടുകൂടി വിവാഹമായിട്ട് വേണം എന്ന് അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഈ എന്നാണ് കല്യാണം വേണമെന്ന് ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാവരെയും അനുഗ്രഹത്തോടുകൂടി കല്യാണം വേണമെന്ന് തീരുമാനിച്ചതാണ്. ഒഫീഷ്യലി ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് എൻഗേജ്മെന്റ് മതി എന്നുള്ളത് ഞങ്ങൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്ത സമയത്താണ് എൻഗേജ്മെന്റ് എന്നുള്ളത്. കുറച്ച് പേര് മാത്രം, 10-15 പേര് മാത്രം പങ്കെടുത്ത ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു എൻഗേജ്മെന്റ്. ദെൻ കല്യാണം എന്നുള്ളത് നമ്മുടെ രണ്ടാളുടെ സ്വപ്നമാണ്, എൻ്റെയും പുള്ളിയുടെ സ്വപ്നമാണ്. പുള്ളിയുടെ പാരൻസും എൻ്റെ പാരൻസും ഒക്കെ നിന്നിട്ട് എന്നെ സ്നേഹിക്കുന്നവരും പുള്ളിയെ സ്നേഹിക്കുന്നവരും ഞങ്ങളുടെ ഈ ബന്ധം അംഗീകരിക്കുന്നവരും എല്ലാവരെയും ചേർത്ത് വെച്ചുള്ള ഞങ്ങളുടെ കല്യാണം ഡേറ്റ് ആയിട്ടില്ല, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഒരു 2-3 ഡേറ്റ് ഇങ്ങനെ പുള്ളി വരുന്നതിനനുസരിച്ചും ഒരു 2-3 ഡേറ്റ് ഇങ്ങനെ നോക്കി അതിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ദിവസം നടത്താം എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഇല്ല, പുള്ളി വരുന്നതും കൂടെ അനുസരിച്ച് കല്യാണമായിട്ട് നടത്തണം. ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ നടത്തണം. കല്യാണം മാത്രമേ ഉള്ളൂ, വേറെ ഫംഗ്ഷൻസ് ഒന്നുമില്ല നമുക്ക്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഒന്നും ഇങ്ങനെ പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻ അങ്ങനെ നടത്തണമെന്നൊന്നും ആഗ്രഹിക്കാത്തവരാണ്. രണ്ടാൾക്കാരും സിമ്പിൾ ആയിട്ടുള്ള ആളാണ്. പുള്ളിയും വളരെ സിമ്പിളാണ്. പുള്ളിക്കാരനാണെങ്കിലും ഒരു മുണ്ടും ഒരു ഷർട്ടും കിട്ടിയാൽ പുള്ളി ഓക്കെയാണ്. എവിടെയാണെങ്കിലും അത് ഒരിടത്തേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ എവിടേക്ക് പോകണമെങ്കിലോ അങ്ങനെ എനിക്ക് ഇന്നത് വേണം, ഞാൻ ഇന്നതേ ഇട്ട് പോവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്നത് ഇടണമെന്ന് പറഞ്ഞാൽ പുള്ളി പറയില്ല, ഞാൻ ഇതിൽ ഓക്കെ ആണെന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പൊ സീമയുടെ വിവാഹത്തിന് സീമ ആരാ ഒരുക്കുക? ബാക്കി എല്ലാവരുടെ വിവാഹത്തിന് സീമ ഒരുക്കുകയും ഭയങ്കര അപ്രീസിയേഷൻ വാങ്ങിക്കുകയും അനുഗ്രഹമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ സീമ ആരാണെന്ന് ഒരുക്കുക? സ്വന്തമായിട്ട് ഒരുമോ? എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഇതിൽ ആരാണ് ഒരുക്കുക എന്നുള്ളത്. പക്ഷെ അത് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല, എനിക്കൊരു ഐഡിയ ഇല്ല. അത് ആരെന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഹെയർ ആര് ചെയ്യുന്നോ അല്ലെങ്കിൽ മേക്കപ്പ് ആര് ചെയ്യുന്നോ സാരി ആര് ഉടുപ്പിക്കുന്നോ ഒന്നും ഈ നിമിഷം വരെ ഈ മൊമെന്റ് വരെ ഞാനതിന് തീരുമാനിച്ചിട്ടില്ല. അതെന്നെ ഭയങ്കര അധികം കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ്. എന്ത് ചെയ്യണം, ഞാൻ അതിലേക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യണം, ചെയ്താൽ മതി, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ പുള്ളിക്കാണെങ്കിലും ഇങ്ങനെ ഒരുപാട് മേക്കപ്പ് ഇടുന്നതിനോടോ ഒരുപാട് ഇങ്ങനെ ആ ഡ്രസ്സ് ഈ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഇടണമെന്നോ അങ്ങനെയൊന്നുമില്ല. പുള്ളി എൻ്റെ ആ ഒരു ഇതാണ് പുള്ളിക്ക് ഇഷ്ടമായത് തന്നെ. എൻ്റെ ഒരു ഡ്രസ്സിങ് വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു സാരി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് മുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അങ്ങനെ ഒരിത് ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു സിമ്പിളായിട്ട് റെഡി ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ വിവാഹം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സിമ്പിൾ ആണെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ വിവാഹ പന്തലിലേക്ക് പറഞ്ഞ ഒരു സങ്കല്പമൊക്കെ ഉണ്ടല്ലോ.
എൻ്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള കുറേ ആളുകൾ എന്നെ കളിയാക്കും. ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിലെ കുലസ്ത്രീയാണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഹസനമല്ലാതെ വളരെ പണ്ടത്തെ ഒരു രീതിയിൽ, ട്രഡീഷണൽ രീതിയിൽ, പഴയ കാലത്തെ പോലെ അങ്ങനെയൊക്കെ റെഡി ആവണം, അങ്ങനെയൊക്കെ ഒരു കല്യാണം വേണം, അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. പുള്ളിയുടെ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ രണ്ടാളും ഡിസ്കസ് ചെയ്ത് അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരു വിവാഹമാണ് ആഗ്രഹിക്കുന്നത്. പല ഡ്രസ്സുകൾ സീമ ഇടുമ്പോഴും ചില ഡ്രസ്സ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന സാരിയിൽ പോലും ഒരു തരത്തിൽ ഈ പറയുന്ന പോലെ കുലസ്ത്രീ ഇമേജിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ അങ്ങനെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഇമേജ്. പിന്നെ വർത്തമാനത്തിലൊക്കെ ഈ കാണുന്ന ചില കാൽപ്പനിക സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് എവിടെയോ ഒരു കുലസ്ത്രീ ഇല്ലേ എന്നൊരു സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ. ശരിക്കും അത് സ്വന്തമായിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി ഞാൻ പറയുന്നത് എൻ്റെ ശരികളാണ് എനിക്ക് തോന്നിയത്. ഞാനങ്ങനെ കുലസ്ത്രീ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സമയം ആയപ്പോഴത്തേക്ക് ഞാൻ തോന്നി ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നെനിക്ക് തോന്നി. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഷൂട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സമീപിക്കുമ്പോൾ ചോദിക്കും, എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഷൂട്ട് ചെയ്യാവോ, ആ ഷൂട്ട് ചെയ്യാവോ, ഈ ഷൂട്ട് ചെയ്യാവോ. ഞാൻ വിചാരിക്കും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള, അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്കപ്പോഴും ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ട് ട്രാൻസ് വുമൻസ് ക്ലീവേജ് കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ എക്സ്പോസ്ഡ് ആവുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് നമ്മളിപ്പോൾ കമൻറ്റ് ബോക്സ്, പല ട്രാൻസ് വുമൻസിനെയും കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം കുലകളാടുന്നെന്നും പിന്നെ അതുപോലെ ചിരട്ടയാണോ എന്നൊക്കെ ചോദിക്കുന്ന കമൻറ്റുകൾ കാണുമ്പോൾ അറിയാം. അപ്പോൾ അവരെ പ്രൂവ് ചെയ്യാൻ ഒരു ഞങ്ങളും ഗേളാണ്, ഞങ്ങളും സ്ത്രീയാണ്, ഞങ്ങൾക്കും ഇതൊക്കെ ഉണ്ടെന്ന് ചിലരൊക്കെ പ്രൂവ് ചെയ്യാൻ നടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്നാൽ മാത്രമേ ആൾക്കാരെ വിശ്വസിക്കുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഈ മറ്റുള്ളവർ കരുതുന്ന പോലെ പണ്ട് കാലത്ത് ഇങ്ങനെ നമ്മൾ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുമ്പം അച്ഛനും അമ്മയൊക്കെ ആവുമ്പം ആൺകുട്ടികളാണ് അമ്മയാവുന്നെങ്കിൽ ചിരട്ടയൊക്കെ വെച്ച് കെട്ടിയൊക്കെ പോയതുപോലെ അതൊന്നും അല്ല. ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ ശരീരം, ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് പെണ്ണായിട്ട് ജീവിക്കണം, സ്ത്രീയായിട്ട് ജീവിക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഒരുപാട് നടത്തിയിട്ടാണ്. ഇന്ന് പറയും പോലെ പല ആളുകളും പറയും പോലെ ഒരു മാനസിക രോഗമോ അങ്ങനെയൊന്നുമല്ല. മാനസിക രോഗമാണെങ്കിൽ ചികിത്സിക്കാം, അല്ലെങ്കിൽ പല ആൾക്കാരും മന്ത്രവാദം നടത്തുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, എൻ്റെ കുഞ്ഞിന് മാനസിക രോഗമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആഗ്രഹിച്ച് അങ്ങനെയാണ്. നമ്മൾ പെട്ടെന്ന് ഇന്നത്തെ കാലത്ത് ചില കുട്ടികൾ പെട്ടെന്ന് പോയിട്ട് അങ്ങ് സർജറി ചെയ്യും, ഓടിപ്പോയിട്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മളൊക്കെ വർഷങ്ങളോളം എടുത്തിട്ടാണ്